ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുകയും ചെയ്യും. എന്നാലോ ഭയങ്കര യൂസ്ഫുൾ ആണ് എന്നുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പല വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ബേബീസിന് ഓർഡർ ചെയ്തിട്ടുള്ള ഡയപ്പറിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയണത്. ഞാനിപ്പോൾ കുറച്ചായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് വോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ കേട്ടോ. അതെന്ന് പറയുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. എനിക്ക് 2 ബേബീസാണുള്ളത്. ഒരാൾക്ക് 2 years ആവാനായി, പിന്നെ ഒരാൾക്ക് ഇപ്പോൾ 6 months ആവാനായി. ഇപ്പോൾ 2 പേർക്കും ഡയപ്പർ വേണം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാണ് എഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന, എന്നാലും നമുക്ക് റാഷസ് ഒന്നും വരില്ല കുട്ടികൾക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡയപ്പറാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മളുടെ ഫസ്റ്റ് ക്രൈ എന്ന് വന്ന 2 പാക്കും ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തായാലും അത് അൺബോക്സ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയണത് ഞാനിതേ ഈ ഒരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. 7 to 12 kg ആണ്. 72 പാൻസ് ആണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ ഇതേ സെക്കൻഡ് വൺ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആണ്. ഇത് 9 to 14 kg ആണ്. 62 പാൻസ് ആണ് വരുന്നത്. അപ്പോൾ കുഞ്ഞേ ബേബീസ് ഉള്ള മമ്മാസിനൊക്കെ ഇതെന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ആക്കി നോക്കിട്ടാ. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ടും എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്. ഇതിങ്ങനെ പാൻസ് ടൈപ്പാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒട്ടിക്കുന്ന ഡയപ്പറിനെക്കാട്ടിയും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ പാൻസ് ടൈപ്പാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രൂവ ബേബിക്ക് 3 ഡ്രസ്സുകൾ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 3ഉം കൂടിയിട്ട് ഒരു കോംബോയാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നൈറ്റ് വെയർ പോലെയും യൂസ് ചെയ്യാം, നമുക്ക് ഡെയിലി നോർമൽ നമ്മൾ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ ഭയങ്കര കൊതുകടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൾക്ക് ഫുൾ സ്ലീവ് ഉള്ള ഇങ്ങനത്തെ നൈറ്റ് വെയർ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് കേട്ടോ. നോക്കുമ്പോൾ നല്ല തുണിയാണ് കേട്ടോ. ഇടാനും ഭയങ്കര സുഖമാണ്, കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് പല കളേഴ്സിലായിട്ടാണ് ഈ ഒരു സെറ്റിലുള്ളത്. യെല്ലോ, ഗ്രീൻ, അതുപോലെ പിങ്ക്, ഇങ്ങനെ 3 കളറിലാണ് വരുന്നത്. എന്നാലോ ഡിസൈൻ ഒന്നും സെയിം അല്ല കേട്ടോ. ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറേ ഇതുപോലെ സെറ്റ് വരുന്നതിനൊക്കെ സെയിം ഡിസൈനും പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ ഇതിൽ 3നും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും അതൊക്കെയാണ് വരുന്നത്. ഇട്ടിട്ടാണെങ്കിലും കാണാൻ ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സൈസാണ് കേട്ടോ. ശരിക്കും 2 to 3 year സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ബിഗ്ഗറാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷേ കൈ കുറച്ച് വലിപ്പമുണ്ടെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് കറക്റ്റ് നോക്കിയിട്ട് വാങ്ങാം. ഈ ഒരു ഡ്രസ്സുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. അതുപോലെ തന്നെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് വാങ്ങിച്ചാൽ മതിയാവും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പലാസോ പാൻസും അതുപോലെ ടോപ്സിൻ്റെ ഒക്കെ കളക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സെറ്റ് ഓഫ് 5 പലാസോ പാൻസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. 300 സംതിങ് രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും 5 പലാസോ പാൻറ്റിന് 300 അല്ലേ വരുന്നുള്ളൂ, അപ്പോൾ ഭയങ്കര ചീപ്പ് പ്രൈസ് അല്ലേ, അപ്പോൾ അത് നല്ലതായിരിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കി. ഒരു 3-4 പ്രാവശ്യം യൂസ് ചെയ്ത്, അതായത് വാഷ് ചെയ്ത് പിന്നെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ നിങ്ങളടുത്ത് പറയുകയാണ്. ഒരു പ്രശ്നമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ചബിൾ ആണ്. നമ്മൾ ചില പലാസോ പാൻറ്റുകൾ ഉണ്ടാവില്ല, തുണികൾ നമ്മൾ യൂസ് ചെയ്തതിന് വേഗം കീറും. ഇതിന് അങ്ങനെ കീറണ ഇതോ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു സെറ്റ് ഓഫ് 5 പലാസോ പാൻറ്റിൽ ഏതൊക്കെ കളേഴ്സാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്, പിന്നെ ഇതൊരു ഗ്രേപ്പ് കളർ, പിന്നെ ഒരു ആഷ് കളർ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക്, അതേപോലെ ബ്രൗൺ. ഇത്രയും 5 കളേഴ്സാണ് കേട്ടോ അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലാക്ക് തന്നെ ഇടാം. നല്ല ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ട് ഒരു ലൈൻ പോലെയുള്ള ഡിസൈനിലാണ് ഇത് വരുന്നത്. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ നല്ല ഹൈറ്റുള്ള ആളാണ്, അപ്പോൾ എനിക്കും ലെങ്ത്ത് കറക്റ്റാണ്. അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു 5 പലാസോ പാൻറ്റിൻ്റെ സെറ്റ് എടുത്തപ്പം ഞാൻ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ടോപ്സും കൂടിയിട്ട് മീഷോന്ന് ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ച്.
അങ്ങനെ ഞാനൊരു 4 ടോപ്പ് എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറിന് എനിക്ക് ഓൾറെഡി വേറെ ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള കോട്ടൺ കുർത്തീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഓരോ ടോപ്പും 200 ബിലോ ആണ് പ്രൈസ് വരുന്നത്. അതും അഫോർഡബിൾ ആണ്, കോട്ടൺ മെറ്റീരിയൽ ആണ്. അത് കാരണം കൊണ്ട് നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പം മീഷോന്ന് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാണ്ട് ക്രീപ്പ് മെറ്റീരിയൽ എന്ന് എഴുതിയിട്ടുള്ളതാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതും 5 എണ്ണത്തിൻ്റെ സെറ്റ് ആയിരുന്നു. അത് വന്ന് നോക്കിയപ്പോൾ ഒരു പോളിസ്റ്റർ മിക്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ചൂടെടുക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കോട്ടൺ എന്നുള്ളത് നോക്കിയിട്ട് തന്നെ കോട്ടൻ്റെ കുറച്ച് കുർത്തീസാണ് ഇപ്പോൾ ഓർഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരോ ടോപ്സ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ടോപ്സ് കാണിക്കുമ്പോൾ തന്നെ സൈഡിൽ ഞാൻ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇതേ ഈ ഒരു ടോപ്പാണ്. ഞാൻ ആക്ച്വലി XXL ആണ് കേട്ടോ സൈസ് എടുത്തത്. എനിക്ക് XL മതിയാവും, എന്നാലും ഇനിയിപ്പോൾ സൈസ് വ്യത്യാസം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വാങ്ങിച്ചത്. അതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചുരുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് നിങ്ങളെ സൈസിലുള്ളത് വാങ്ങാം കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് ഈ ഒരു ബ്ലാക്ക് കളർ കുർത്തിയാണ്. അതിൽ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു വി നെക്ക് പോലെ ഉണ്ട് വരുന്നത്. എനിക്ക് തുണിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കോട്ടൺ ആണ്. പിന്നെ ഇങ്ങനെ പുളിവ് വരുന്ന നോർമൽ ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. സെക്കൻഡ് വൺ ഇതേ ഈ ഒരു ഗ്രീൻ കളർ കുർത്തിയാണ്. എല്ലാത്തിനും നെക്കും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നെക്കിൻ്റെ അവിടെ ലേസ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു നെക്കാണ്, അതിൽ വി ഷേപ്പിൽ നമുക്ക് ലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ലീവ് വരുന്നതും എല്ലാം 3/4 കൈ ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലീവ്. അപ്പോൾ ഇത് ഇതിൻ്റെ അറ്റത്തായാലും ഇങ്ങനെ ലേസൊക്കെ വരുന്നുണ്ട് കണ്ടോ. പിന്നെ ലെങ്തി ആയിട്ടുള്ള ജസ്റ്റ് ഒരു ടോപ്പ് ഇങ്ങനെ പൊളിവൊക്കെ വരുന്ന സൈഡിൽ അത്യാവശ്യം നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇത്. തേർഡ് വൺ ഇതേ ഈ ഒരു ആഷ് ബ്ലാക്ക് അതുപോലെ വൈറ്റ് കൂടിയിട്ടുള്ള കളേഴ്സിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ്. ഇത് ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത്. അവിടെയൊക്കെ ഒരു ചെറുതായിട്ട് അങ്ങനെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് വേറൊരു മോഡലിലാണ് ഇത് വരുന്നത്. സ്ലീവിന്റെ അറ്റത്തും ചെറുതായിട്ടൊരു ലേസ് ഉണ്ട് കേട്ടോ. ആൻഡ് ദ ഫോർത്ത് വൺ ഈ ഒരു പിങ്ക് കളർ കുർത്തിയാണ്. ഇതിന്റെ ഈ ഒരു വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരു കഴുത്തിൽ ഇതെങ്ങനെ ബട്ടൺസ് ഒക്കെ വന്നിട്ട് ജസ്റ്റ് അങ്ങനത്തെ ഒരു ഡിസൈനാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ സെയിം ഡിസൈനിലാണ് ഫുൾ ടോപ്പും വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ഇങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നാലും നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.